സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ഡിജിറ്റൽ അവകാശങ്ങൾക്കുമേൽ UDF സർക്കാർ കടുത്ത വെട്ടിനിരത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിച്ച് വിജയകരമായി മുന്നേറിയ സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ കെ-ഫോണിനെ പുതിയ ബജറ്റിൽ പാടെ അവഗണിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നത്. BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ഉറപ്പാക്കിക്കൊണ്ട് ഡിജിറ്റൽ വിഭജനം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട ഈ ബൃഹത് പദ്ധതിയെക്കുറിച്ച് പുതിയ ബജറ്റിൽ ഒരക്ഷരം പോലും പരാമർശിക്കാതെ സർക്കാർ പൂർണ്ണമായി ഇരുട്ടിൽ നിർത്തിയിരിക്കുകയാണ്. കേരളത്തിലെ 1.5 ലക്ഷത്തോളം കുടുംബങ്ങളിലേക്ക് ഇതിനകം അതിവേഗ ഇന്റർനെറ്റ് എത്തിച്ച ഒരു ജനക്ഷേമ പദ്ധതിയുടെ വിപുലീകരണത്തിനാണ് UDF സർക്കാർ മനഃപൂർവ്വം ഫണ്ട് അനുവദിക്കാതെ തുരങ്കം വെക്കുന്നത്. ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഈ സർക്കാരിന്റെ പൊള്ളത്തരം വിവരാവകാശ രേഖകളിലൂടെ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. പ്രമുഖ വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് കെ-ഫോൺ അധികൃതർ ഔദ്യോഗികമായി നൽകിയ മറുപടി പരിശോധിച്ചാൽ ഈ പദ്ധതി സാധാരണക്കാർക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമാകും. പദ്ധതിക്കായി ഇതുവരെ ആകെ 1041.15 കോടി രൂപയാണ് ചിലവാക്കിയത്. ഇതിൽ ഭൂരിഭാഗവും അതായത് 716 കോടി രൂപയും സമാഹരിച്ചത് മുൻ സർക്കാർ കൊണ്ടുവന്ന കിഫ്ബി വഴിയായിരുന്നു. എന്നാൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി കിഫ്ബിയെ അപ്രസക്തമാക്കുന്ന സമീപനമാണ് നിലവിലെ UDF സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ആകെ വിതരണം ചെയ്ത കണക്ഷനുകൾ 1,47,485 ആണ്. സാധാരണക്കാർക്കും BPL കുടുംബങ്ങൾക്കും നൽകിയത് 1,16,360 കണക്ഷനുകളാണ്. സർക്കാർ ഓഫീസുകളിലെ കണക്ഷനുകൾ 30,897. ഇത് ഭരണ സംവിധാനം ഡിജിറ്റലൈസ് ചെയ്യാൻ സഹായിച്ചു. മലപ്പുറം ജില്ലയാണ് കണക്ഷനുകളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 31,352 കണക്ഷനുകൾ. കോട്ടയം, കോഴിക്കോട്, എറണാകുളം ജില്ലകളാണ് തൊട്ടു പിന്നിലുള്ളത്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും ഓൺലൈൻ പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കും താങ്ങായിരുന്ന ഈ കണക്ഷനുകളുടെ ഭാവി ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ UDF സർക്കാർ അമ്പെ പരാജയപ്പെടുകയാണ്. കിഫ്ബിയെ ശ്വാസം മുട്ടിക്കുന്നതിലൂടെ കെ-ഫോൺ അടക്കമുള്ള കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെയാകെ തകിടം മറിക്കുകയാണ് സർക്കാർ. വിപുലീകരണത്തിന് പുതിയ പദ്ധതികളോ തുകയോ വകയിരുത്താത്തത് വഴി കോർപ്പറേറ്റ് ഇന്റർനെറ്റ് കമ്പനികളെ സഹായിക്കാനും സാധാരണക്കാരെ വീണ്ടും ചൂഷണത്തിന് ഇരയാക്കാനുമാണ് UDF ഭരണകൂടം ശ്രമിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമായ ഒരു ജനപ്രിയ പദ്ധതിയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇത്തരം കപട നിലപാടുകൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി വലിയ ജനരോഷമാണ് ഉയരുന്നത്. വികസന വിരോധവും രാഷ്ട്രീയ പകപോക്കലും വെടിഞ്ഞ് കെ-ഫോൺ പദ്ധതി പൂർണ്ണ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർക്കാർ തയ്യാറാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്.